എല്ലാ ദിവസവും നമ്മൾ വലിയ ആൾക്കാർക്കുള്ള കമ്മലും മാലയും വളയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് നമുക്ക് കുഞ്ഞു പിള്ളേർക്കുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്. എല്ലാവർക്കും LG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഇതിൻ്റെ ഈ ഒരു പാക്കറ്റിന് എനിക്ക് 30 റുപ്പീസ് ആണ് കേട്ടോ ആയത്. ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ ബേസിലേക്ക് ഞാനിവിടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹെയർ ബാൻഡ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആൾക്കാർക്കുള്ള ഐറ്റംസും പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഹെയർ ബാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ജസ്റ്റ് വെറുതെ ആ ബാൻഡിലേക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ. കുഞ്ഞു പിള്ളേരുടെ ബ്രേസ്ലെറ്റൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഓർഡറൊക്കെ കിട്ടാറുണ്ട്. ഇനി ഹെയർ ബാൻഡിൻ്റെ ബേസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഓർഡറൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പണിയല്ലേ എന്ന് കരുതി ആകെ രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. 2 സിൽവറും 2 ഗോൾഡനും. പിന്നെ ഒരു ദിവസം ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കടയിൽ പോയപ്പോഴാണ് ഈ ഒരു ബ്ലൂ കളർ ഫ്ലവേഴ്സ് കണ്ടത്. ഈ കളറാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഈ ഫ്ലവേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ എന്നാൽ പിന്നെ ഹെയർ ബാൻഡിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതിൽ ഇതങ്ങോട്ട് ഒട്ടിച്ചൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുത്താലോ എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെ ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലത്തെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.